മാലിന്യം തള്ളുന്നവരെ പിടിക്കാനായി സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും വരെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടും നഗരത്തിൽ മാലിന്യ കൂനകൾക്ക് യാതൊരു ക്ഷാമവുമില്ല. വലിയ വില കൊടുത്ത് മാലിന്യങ്ങൾ വാങ്ങിയിട്ട് അവ പാടത്തും റോഡരികിലും ഉപേക്ഷിക്കുന്ന മാലിന്യ മാഫിയകൾ പോലും ഇന്ന് സജീവമാണ്. തലസ്ഥാനം ഇപ്പോൾ ഭരിക്കുന്നത് ഇത്തരത്തിലുള്ള മാലിന്യ മാഫിയകളാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാഫിയകൾ മാത്രമല്ല, ചെറുകിട വ്യവസായികളും വീട്ടുകാരും പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുകയാണ്. ഈ കാറ്ററിംഗ് സർവീസ് ഈ ചുറ്റുപാടിലില്ല. പക്ഷേ ഇത് ഉള്ളൂരിനപ്പുറവും മെഡിക്കൽ കോളേജിനപ്പുറവും കണ്ണമ്പുല ആ ഭാഗങ്ങളിലുള്ള അവിടെയൊക്കെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ആ പരിസരത്തെ കാറ്ററിംഗ് സർവീസുകാരുള്ളു. ഇതൊക്കെ അവിടെ നിന്ന് ഇവർ ഇതാക്കിയിട്ട് ക്ലിയർ ചെയ്ത് രാത്രി കാലങ്ങളിൽ കൊണ്ട് തള്ളണ മാലിന്യം. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു 1.5 മാസത്തിനിടയ്ക്ക് വെച്ചിട്ട് ഈ കുട്ടികളും ഈ സെൻറ്റ് മേരീസ് സ്കൂളിലെ കുട്ടികളും സാറന്മാരും നമ്മുടെ നഗരസഭയിലുള്ള ക്ലീനിങ് തൊഴിലാളികളും കൂടെ ചേർന്നിട്ട് ഇവിടെ മൊത്തം ഈ ബിയർ കുപ്പികൾ, മദ്യ കുപ്പികൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഒന്ന് ടിപ്പറിന് കംപ്ലീറ്റ് അടിച്ച് നിരത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തതാണ് ഈ നാറ്റമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വന്നിട്ട് ഭയങ്കര സ്മെല്ലാണ്. ഇതുവഴി നടക്കാൻ പറ്റില്ല. പരിസരവാസികളുണ്ട്. ഒരൊറ്റ നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു ജനൽ തുറന്നിട്ടേക്കാന്ന് വെച്ചാൽ ഈച്ച, കൊതുക് ഇതെല്ലാം അങ്ങോട്ടാണ്. അഥവാ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മൊത്തം നെറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ട് ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന്. എന്നിരുന്നാലും ഒരു മൈൻഡും ഇല്ല. അവർ കൊണ്ട് തള്ളിയിട്ട് പോവുകയാണ്. മാലിന്യം എത്ര ഭീകരമാണെന്ന് ഒരു വർഷം മുൻപേ കേരളം കണ്ടതാണ്. അന്ന് ആമയഴിഞ്ചാൻ തോട്ടിൽ മാലിന്യത്തിൽപ്പെട്ട് ശുചീകരണ തൊഴിലാളി മരിച്ചതിൻ്റെ മരവിപ്പ് ഇന്നും കേരളത്തെ വിട്ടുമാറിയിട്ടില്ല. എന്നാൽ ഇന്നും ആമയഴിഞ്ചാൻ തോടിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കണ്ണിൽ പൊടിയിടാനായി കോർപ്പറേഷൻ ആ ദിനങ്ങളിൽ ഉത്സാഹിച്ചുവെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഉത്സാഹമൊന്നും കണ്ടില്ല. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം പ്രധാന കാരണം ഇതേ മാലിന്യങ്ങൾ തന്നെയാണ്. ഉണർന്ന് പ്രവർത്തിക്കേണ്ട കോർപ്പറേഷൻ കണ്ട ഭാവം നടിക്കുന്നില്ല. മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോർപ്പറേഷനും കൂടെ ഒന്ന് മുൻകൈ എടുക്കണം. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു പിടിക്കുന്ന ആളിന് നല്ലൊരു ഫൈൻ കൊടുക്കണം. കുറഞ്ഞ 1 ലക്ഷം രൂപയ്ക്ക് മേളിലോട്ട് ഫൈൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ഒന്ന് ഇതാകാൻ പറ്റും. കാര്യം ചെയ്ത് ഇപ്പോൾ കുടിൽ വ്യവസായം പോലെ കുടുംബശ്രീക്കാരും എല്ലാവരും ഈ കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. കാറ്ററിംഗ് സർവീസ് വാങ്ങി കുറഞ്ഞ ചിലവിൽ ഇതാക്കിയിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ അവർ തന്നെ ഇതാക്കിയിട്ട് കൊണ്ട് ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ ജതീന്ദ്രൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.